ഹലോ, എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു അച്ചാറാണ് കേട്ടോ ആക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണയിൽ വ്യത്യാസമായിട്ട് ഞാൻ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഇന്ന് അച്ചാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. താളിപ്പിനുള്ള കടുക്, വറ്റൽമുളക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഞാനിവിടെ കായ എടുത്തിട്ടുണ്ട്, അതുപോലെ ഉലുവപ്പൊടി ആവശ്യമുണ്ട്. പിന്നെ നല്ലോണം ഒരു 3 to 4 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ വിനീഗർ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, പിന്നെ നമ്മൾ കുറച്ച് കൊത്തി അരിഞ്ഞ് വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, പിന്നെ ഇഞ്ചി ഇതും ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ഞാനത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഒരുപാട് ടൈപ്പ് അച്ചാർ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ. കൂടുതലും മാങ്ങ അച്ചാർ അല്ലെങ്കിൽ നാരങ്ങയുടെ അച്ചാർ, ഇതൊക്കെയാണ് യൂഷ്വലി നമ്മളെ കോമൺ ആയിട്ട് കാണുന്ന അച്ചാറുകൾ. പക്ഷേ നമുക്ക് ഇതുപോലത്തെ വെറൈറ്റി ഇത് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഒന്നാമത് ബീട്രൂട്ടൊക്കെ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയാണ്. പിന്നെ ഇത് നമ്മൾ ഒരുപാട് ഉപ്പിലൊന്നും ഇട്ട് അങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നല്ല കണ്ടൻറ്റ് നമ്മൾ കളയുന്നില്ല. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയിലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഇത് ദോശേൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഒരേപോലെ പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ അച്ചാർ. അപ്പം ഞാനിത് എൻ്റെ അമ്മ ആക്കുന്നത് കണ്ട് പഠിച്ചതാണ്. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് അച്ചാറിലൊന്നാണ്. അതുപോലെ തന്നെ നെല്ലിക്ക വെച്ചിട്ടുള്ള അച്ചാറും ഭയങ്കര ടേസ്റ്റിയാണ്. അത് ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ സിൻ്റെ സോഴ്സ് ആയതുകൊണ്ട് അച്ചാർ ഇതിൽ പെടുമെങ്കിലും നല്ലതാണ്. അപ്പം നിങ്ങൾ അച്ചാറാക്കുമ്പോൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത് എന്താ വെച്ചാൽ ചില്ലി പൗഡറിൻ്റെ എമൗണ്ട് കുറച്ച് വെക്കുകയാണെങ്കിൽ അത്ര ഹാം ചെയ്യില്ല കേട്ടോ അച്ചാറൊക്കെ. അതുപോലെ ഉപ്പിൻ്റെ അളവും ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ചാൽ മതി. പറ്റുമെങ്കിൽ പച്ചമുളക് കൂടുതൽ ഉപയോഗിക്കുക അച്ചാറിൽ. അതുപോലെ പെപ്പർ പൗഡറൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി വേർഷനായിട്ട് നമുക്ക് അച്ചാർ കഴിക്കാൻ പറ്റും. ബി പി ഉള്ളവർക്കൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ 2 ബീട്രൂട്ടും ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ഗ്രേറ്റർ വെച്ചിട്ടാണ് ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഫുഡ് പ്രോസസ്സർ പോലെയുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. നിങ്ങൾ കട്ട് ചെയ്ത് ഡയറക്റ്റ് അതിൽ ഇട്ടാൽ മതി. എനിക്കിവിടെ ചോപ്പർ ഉണ്ട്, പക്ഷേ ചോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അറിയാമല്ലോ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് വരിക. അപ്പം നമുക്ക് ആ ടെക്സ്ചർ അല്ല വേണ്ടത്, ഗ്രേറ്റ് ചെയ്ത പോലെ തന്നെ വേണ്ടത്. അത് കാരണം ഞാൻ ഈ മാനുവൽ ഗ്രേറ്റർ വെച്ചിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് കുറച്ച് ലെങ്തി പ്രോസസ്സാണ് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ കൈ വെച്ച് ചെയ്യുമ്പോൾ ഇച്ചിരി പാടുണ്ട്. ഞാൻ ഒന്ന് അത് സപ്പോർട്ടിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഈ എല്ലാ ബീട്രൂട്ടും നന്നായിട്ടൊന്ന് ഇതുപോലെ ചീവി എടുക്കണം. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇതിലുള്ള കുറച്ച് പ്രോസസ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യുകയോ അല്ലെ ഉപ്പിലിട്ട് വെക്കുക അങ്ങനത്തെ ഒരു പ്രോസസ്സും ഇല്ല കേട്ടോ. ഇൻസ്റ്റൻറ്റേനിയസ് ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മൂഡ് വരുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ കുറേ ഒരു മാസം 2 മാസമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളൊരു ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് ഒരു കട്ടിയിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. ഒരു സ്റ്റീൽ പാത്രമാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. അതിനകത്തേക്ക് നമ്മൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുക. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വേറെ ഒരു എണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. അച്ചാറിൻ്റെ ഫ്ലേവർ നല്ലതായിട്ട് കിട്ടണമെങ്കിൽ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇത് ചക്കിലാട്ടിയ നല്ലെണ്ണയാണ് കേട്ടോ. അപ്പം കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വരും. നമ്മൾ പ്യുവർ ഫോമിൽ കിട്ടാൻ നോക്കുക. അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഫുൾ ബീട്രൂട്ടും ഞാൻ ഈ എണ്ണയിലേക്ക് ഈ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളത് കുറച്ച് സമയമൊന്ന് വഴറ്റി കൊടുക്കണം. കാരണം പച്ചയിൽ നമ്മൾ വെച്ചാൽ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും. അത് കാരണം നമ്മളിത് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി നാൾ നിൽക്കും. അപ്പോൾ നമ്മൾ ഒരു 2 to 3 മിനിറ്റ് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറേ ടിപ്സ് ഉണ്ട് കേട്ടോ. അച്ചാറുകൾ യൂഷ്വലി എല്ലാവരും കേടാവെന്ന് പറയുന്നത് അവർ വെള്ളം ഒഴിച്ചിട്ട് അച്ചാറുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വെറ്റ് പാത്രങ്ങളിൽ ഇട്ട് വെക്കുക. അതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായി പോകുന്നത്. അപ്പോൾ എണ്ണയിൽ മാത്രം ആക്കാൻ നോക്കുക. കൈ അധികം തൊടാതെ ഡയറക്റ്റ് ഉണങ്ങിയ സ്പൂൺ വെച്ച് ചെയ്താൽ അച്ചാറിൻ്റെ ഷെൽഫ് ലൈഫ് എപ്പോഴും കൂടും. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഉപ്പ് നമുക്ക് ലാസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കുമ്പം ആക്കാം. അപ്പോൾ ഏകദേശം വഴന്ന് നല്ലൊരു പാകത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോകുമൊന്നും വേണ്ട കേട്ടോ. കുറച്ചൊന്ന് 2 to 3 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ബിക്കോസ് ഇതേ പാത്രത്തിലാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ താളിപ്പൊക്കെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പം ഫുൾ കണ്ടൻറ്റ് നമ്മളിതുപോലെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക.
ഇനി നമ്മൾ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയതുകൊണ്ട് ഇപ്പം ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഇതുപോലെ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് ഒന്ന് കൊത്തി അരിയുന്നുണ്ട്. നല്ല ചെറുതായിട്ട് അരിയണം. ഓക്കെ, അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് അരിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് റൗണ്ടായിട്ട് അരിഞ്ഞെടുക്കുക. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക, കുഴപ്പമില്ല. പക്ഷേ പച്ചമുളക് ഇട്ടാൽ ടേസ്റ്റ് എൻഹാൻസ് ആവും. അതിന് പകരം നിങ്ങൾക്ക് വറവിലിടുമ്പോൾ റെഡ് ചില്ലി ഇട്ടാൽ മതി, വറ്റൽമുളകുണ്ടല്ലോ അതിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് ഇതുപോലെ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ വെറൈറ്റി എന്തെങ്കിലും ഐറ്റം വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഞാനും അത് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് അച്ചാറും ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത് നമ്മൾ കടുകെണ്ണ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അത് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടില്ല അതിൻ്റെ ടേസ്റ്റ്, ബട്ട് ചപ്പാത്തിയിൽ ഒന്നിച്ചൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കൊത്തിയരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒന്നിച്ച് ഞാൻ കുറച്ച് നല്ലോണം കറിവേപ്പില എടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പച്ചമുളക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ആഡ് ചെയ്താൽ ആ വറവിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കൊത്തി അരിഞ്ഞെടുത്തിട്ട് അത് ഇഞ്ചി വെളുത്തുള്ളി ഒന്നിച്ച് വയ്ക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് അത്യാവശ്യം കുറച്ച് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ മെയിൻ ഗ്രേവി അല്ലെങ്കിൽ അച്ചാറിൻ്റെ ആ മെയിൻ കുക്കിംഗ് പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേ പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 3 to 4 ടേബിൾ സ്പൂൺ, അതിലും കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര നമ്മൾ എണ്ണ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കൊത്തി അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ കറിവേപ്പില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ കുറച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ മാറി നല്ല മൂപ്പിച്ചെടുക്കണം. മൂത്ത മണം വരും. ആ മണം വരുന്നവർ പ്രത്യേകിച്ച് നല്ലെണ്ണയിൽ കിടന്ന് ഇത് വഴറ്റുമ്പോൾ നമുക്ക് നല്ല അച്ചാറിൻ്റെ ആ സ്മെല്ല് വരാൻ തുടങ്ങും. അത് മൂത്ത് വരുന്നവരെ നമ്മളിത് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പം ജസ്റ്റ് കുറച്ച് ക്വാണ്ടിറ്റി അച്ചാറാക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് 1 week അങ്ങനെ ആവശ്യത്തിന് മാത്രമാണ് ആണെങ്കിൽ നിങ്ങൾക്ക് എണ്ണയുടെ അളവ് കുറച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ വീണ്ടും അതൊന്ന് മൂത്ത് വരണം. ഈ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ മാറി ഒന്ന് മൂത്ത് വരണം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പ്രോസസ്സൊക്കെ നല്ല ടൈം എടുത്ത് അതൊന്ന് കറക്റ്റ് മൂപ്പിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഹരിബറിയിൽ ആക്കിയിട്ട് അതിൻ്റെ പ്രോപ്പർ ടൈം കൊടുക്കാതെ ആക്കുമ്പോഴാണ് നമ്മുടെ അച്ചാർ അത്ര ടേസ്റ്റി അല്ലാതെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ടിപ്പൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ അമ്മ ഭയങ്കര നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അമ്മ സ്പെഷ്യലി അച്ചാർ, കേക്ക് ഇതൊക്കെ എക്സ്പേർട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടുപഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ എടുത്തു വെച്ച 3 to 4 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ടിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നമ്മൾ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാൻ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല ഒരു ഓൾറെഡി നമ്മൾ ബീട്രൂട്ട് വഴറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിലിട്ട് വഴറ്റുമ്പം കുറച്ചും കൂടി അത് കുക്കായി അതിൻ്റെ ഒരു പാകം ഇതിൽ വരും. പച്ച ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. നമുക്കൊരു അച്ചാർ എന്ന് പറയാനും പറ്റില്ല, കണ്ടാലൊരു അച്ചാറിൻ്റെ ലുക്കൊന്നുമല്ല, ബട്ട് ഭയങ്കര ടേസ്റ്റിയാണ്, ഡിഫറെൻ്റാണ്. നമുക്ക് ദോശയുടെ ഒന്നിച്ചും അങ്ങനെയൊക്കെ കഴിക്കാം, ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പ്രത്യേക ടേസ്റ്റിലെ സാധനമാണ്. അതിനകത്തേക്ക് ഞാനിപ്പോൾ വിനീഗറാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വിനീഗർ അത്യാവശ്യം കുറച്ചധികം ഒഴിക്കുക, കാരണം ബീട്രൂട്ടിന് സ്വീറ്റ് ടേസ്റ്റ് അല്ലേ, അപ്പം അച്ചാറിന് നമുക്ക് പുളിയാണല്ലോ ആവശ്യം. അത് കാരണം നമ്മൾ കുറച്ച് നല്ലതായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സോ നമ്മുടെ ടേസ്റ്റി അച്ചാർ റെഡിയാണ്. ഇത് കൂടുതലൊന്നുമില്ല. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഗ്രേറ്റിംഗ് പ്രോസസ്സ് മാത്രമേ കുറച്ച് ടൈം ടേക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നുള്ളൂ, ബാക്കിയൊക്കെ ഈസിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും അറിയുന്ന എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക ഇതുപോലത്തെ നല്ല റെസിപ്പീസ്. അതുപോലെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോസ് ഇഷ്ടപ്പെടുകയെന്ന്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയ താങ്ക്സ് ഉണ്ട്. നമ്മുടെ ഫാമിലി 61 ആയിട്ട് ഗ്രോ ആയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ അച്ചാർ ഇനി നമുക്ക് ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എപ്പോഴും നമ്മൾ ഇത് കൂൾ ഡൗൺ ചെയ്തിട്ട് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു ഗ്ലാസ് ബോട്ടിലിൽ സ്റ്റോർ ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് വേറെ നമ്മൾ വിനീഗറൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അത് നമ്മുടെ പ്ലാസ്റ്റിക്കൊക്കെ ആകുമ്പോൾ അതായിട്ട് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഗ്ലാസ്സിലാകുമ്പോൾ എപ്പോഴും അത് സേഫ് ആയിരിക്കും. അപ്പോൾ അച്ചാർ കേടാവാണ്ട് നിൽക്കും. അപ്പോൾ ഉണങ്ങിയ ഒരു ഗ്ലാസ് ജാറിൽ അല്ലെങ്കിൽ ഒരു ഭരണി പോലത്തെ നമുക്ക് കിട്ടുമല്ലോ, ചെറിയ ഭരണീൻ്റെ പാത്രമൊക്കെ, അതിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ നോക്കുക. എയർ ടൈറ്റ് ആയിട്ട് വെക്കണം കേട്ടോ. ഭരണിയാകുമ്പോൾ നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് വെക്കാൻ ഇച്ചിരി പാടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലിഡ് പോർഷൻ അവിടെ ഒന്ന് തുണി വെച്ച് കെട്ടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ അച്ചാർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വളരെ യമ്മിയായ അച്ചാർ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. താങ്ക്